2025 അധ്യയന വർഷത്തിലെ മതബോധന വാർഷിക ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തികളെ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ ക്രിസ്തുദാസ് പിതാവിനാണ്. പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പുഞ്ചിരിച്ച മുഖമാണ് ഓർമ്മ വരുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ആ ചിരിച്ച മുഖമുള്ള ക്രിസ്തുദാസ് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം നമ്മുടെ ഇടവക വികാരിക്ക് തന്നെയാണ്. മതബോധനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട പിന്തുണ നൽകിക്കൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്ന നമ്മുടെ ഇടയനായ ജേക്കബ് സ്റ്റെല്ലസ് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമുക്കിന്ന് ദിവ്യബലിക്ക് നമ്മോടൊപ്പം പങ്കുചേർന്ന് നമ്മുടെ ഇടവക ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സഹായിച്ച വി മനോജ് അച്ഛൻ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത സ്വാഗതം പറയേണ്ടത് ജോൺ വിക്ടർ അച്ഛൻ. പുതിയ അച്ഛനാണ്, നമുക്ക് വലിയ പരിചയമൊന്നുമില്ല എങ്കിലും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി വന്നു നമുക്ക് നല്ലൊരു ബലിയർപ്പണത്തിലൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോൺ വിക്ടർ അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത വേദിയിലേക്ക് വിളിക്കുന്നത് സന്തോഷ് അച്ഛനാണ്. അച്ഛൻ ഇടവക വികാരി സന്തോഷ് അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് അച്ഛനോടൊപ്പം നിന്ന് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ ഇടവക സെക്രട്ടറി ശ്രീ ബാസ്റ്റിൻ ജോൺസനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മൾ സ്വാഗതം ആശംസിക്കേണ്ടത് അജവാർണ കൺവീനറിനെയാണ്. ശിഷ്ടകാലം മുഴുവൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരുന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകി നമ്മോടൊപ്പം സഹകരിക്കുന്ന ശ്രീ ഡിക്രൂ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത സ്വാഗതം പറയേണ്ടത് ഇടവക മക്കളായ നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. നമ്മുടെ മതബോധനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളും അവരുടെ പാരന്റ്സും തന്നെയാണ്. അവർ നൽകുന്ന പിന്തുണയാണ് ഈ മതബോധനം ഇന്ന് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ മാതാപിതാക്കൾക്കും കുഞ്ഞു മക്കൾക്കും നമ്മുടെ ഇടവകയിലെ നല്ലവരായ ജനങ്ങൾക്കും സ്വാഗതം പറയുന്നു. ഇനിയുള്ള ചെറിയ കലാപരിപാടികളിലും നിങ്ങളുടെ ഏവരുടെയും സജീവ സാന്നിധ്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊള്ളുന്നു. നന്ദി.